ഇന്ന് നമ്മുടെ കിഡ്നി രോഗികൾ വളരെ കൂടുതലായി വർദ്ധിക്കുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെ ഡയാലിസിസ് സെന്ററുകൾ വാർഡുകൾ തോറും വരുന്ന ഒരു അവസ്ഥ. പക്ഷെ ഇത് തടയാൻ എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടോ? നമ്മുടെ ജീവിത രീതിയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകുമോ? ഇതൊക്കെ നമുക്ക് എങ്ങനെ കടന്നു വരുന്നു? ഈ ഒരു ഡയബറ്റിക് എങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്നു? ഇതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട്, അതിനെ ആധികാരികമായിട്ട് ചന്ദ്ര സാർ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ സംസാരിക്കും. വളരെ എല്ലാവരും മ്യൂട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രോഗ്രാം ഇത് നമ്മുടെ ഡയബറ്റിക്കിനെ പറ്റി മനസ്സിലാക്കാൻ എല്ലാവരെയും ഒന്നുകൂടി ക്ഷണിച്ചുകൊണ്ട് ഗ്രേറ്റ് ലീഡർ ചന്ദ്ര സാറിനെ ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ചന്ദ്ര സാർ. ഗുഡ് മോർണിംഗ് ഡോക്ടർ സാർ. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എല്ലാവർക്കും നല്ല ഒരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കടമ്മനിട്ടയുടെ വാക്കുകളാണ് ഓർമ്മ വരുന്നത്. കാരണം സത്യം പറയുവാൻ ത്രാണിയുണ്ടാകണം, നല്ല വാക്ക് ഓതുവാൻ ശക്തി ഉണ്ടാകണമല്ല. സത്യം പറയുവാൻ ത്രാണിയുണ്ടാകണം, നല്ല വാക്ക് ഓതുവാൻ ശക്തി ഉണ്ടാകണമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പവിത്രൻ സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഷുഗർ എന്ന മഹാമാരിയെ കുറിച്ചിട്ട്, അതിന്റെ വരവിനെ കുറിച്ചൊക്കെ തന്നെ നമ്മൾ സവിസ്തരം ചർച്ച ചെയ്യേണ്ടതുണ്ടെന്നതാണ്. ഏതാണ്ട് ഒരു 100 വർഷം മുമ്പ് നമ്മൾ കഴിച്ചിരുന്ന ഭക്ഷണത്തില് പഞ്ചസാരയുടെ അംശം വളരെ കുറവായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് കഴിച്ചിരിക്കുന്ന ഭക്ഷണത്തിലെക്കാളും ഏകദേശം 50 ഇരട്ടി പഞ്ചസാരയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള കുറെ പഠനങ്ങളുണ്ട്. ആ പഠനങ്ങളിൽ ഇപ്പൊ നമ്മുടെ സാഗർ ജോഷി സാറ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന ബയോ മാഗ്നറ്റിസത്തെ കുറിച്ച് നമ്മുടെ രാജ്യത്ത് പല ആൾക്കും അറിയില്ലെന്നുള്ളതാണ്. ലോകത്ത് തന്നെ വെൽനസിനെ കുറിച്ച് 20% ആളുകൾക്ക് അറിയുന്നില്ലാണ്. അതുപോലെ തന്നെ ഷുഗറിന്റെ മഹാമാരിയെ തടയാനുള്ള പ്രതിവിധിയെ കുറിച്ച് ലോകത്ത് വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ ഇതിനെ കുറിച്ചിട്ട് അറിയുന്നില്ലാണ്. അപ്പൊ അതില് ഞാൻ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത് ഡോക്ടർ ജെയ്സൺ ഫങ്ക് എന്ന് പറയുന്ന ഒരു കനേഡിയൻ ഡോക്ടറാണ്. അദ്ദേഹം ടൊറന്റോവിലുള്ള സ്കാർബറോ ജനറൽ ഹോസ്പിറ്റലിലെ വൃക്കരോഗ വിദഗ്ധനാണ്. അപ്പോ വൃക്കരോഗികളിലെ 80% പേരും പ്രമേഹരോഗം കാരണം വൃക്ക കേടുവന്നവരായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തല്. ഇതിന് പ്രധാനമായ കാരണം ഇന്നത്തെ ആധുനിക മെഡിസിൻ ആണെന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടതെന്നുള്ളതാണ്. അപ്പൊ അതേപോലെ തന്നെ മറ്റൊരു ഡോക്ടർ തിമോത്തി ഡേവിഡ് നോക്സ് എന്ന് പറയുന്ന മറ്റൊരു ഡോക്ടർ, അതുപോലെ തന്നെ ഡോക്ടർ പീറ്റർ ബുക്നർ എന്ന് പറയുന്ന മറ്റൊരു ഡോക്ടർ പീറ്റർ ആർട്ടിയ എന്ന് പറയുന്ന ഒരു MD ഡോക്ടർ ആൻഡ്രീസ് ഇൻഫൽട്ട് എന്ന് പറയുന്ന മറ്റൊരു ഡോക്ടർ. അങ്ങനെ ഒരു കൂട്ടം ഡോക്ടർമാരുടെ ഒരു പഠന സമുച്ചയത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഉദാഹരണ സഹിതം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നതാണ്. ഡോക്ടർ ജെയ്സൺ ഫങ്കിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറ്ററി മാനേജ്മെന്റ്.com എന്ന് പറയുന്ന ഇന്റർനെറ്റിലൂടെ എന്ത് ചെയ്യുന്ന നിരവധി ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിക്കൊണ്ട് ലോകമെമ്പാടും അദ്ദേഹം ഇതിനെ കുറിച്ചിട്ട് നൂതനമായ ആശയത്തെക്കുറിച്ച്, ഷുഗറിനെ പ്രതിരോധിക്കാനുള്ള നൂതനമായ ആശയം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബിലൊക്കെ തന്നെ ഡോക്ടർ ജെയ്സൺ ഫങ്കിന്റെ നിരവധി വീഡിയോസ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ശരിക്കും എന്ത് ചെയ്യുന്ന നമ്മള് നന്നായിട്ട് അധ്വാനിക്കുകയും നന്നായിട്ട് വെള്ളം കുടിക്കുകയും നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റിനെ ഒഴിവാക്കി കഴിഞ്ഞാല് നമ്മുടെ ശരീരഭാരം കുറച്ചു കഴിഞ്ഞാൽ തന്നെ പൂർണ്ണമായിട്ടും ഷുഗറിനെ ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹം തെളിയിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഭക്ഷണ ക്രമത്തിലുള്ള നിയന്ത്രണങ്ങൾ. ഒരു 80 കിലോ വെയിറ്റ് ഉള്ള ഒരാള്
അല്ലെങ്കിൽ 100 കിലോ വെയിറ്റ് ഉള്ള ആൾ ഒരു 20 കിലോ കുറയുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്ത് അയാളുടെ ഷുഗറിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹം അതിലൂടെ സ്ഥാപിക്കപ്പെടുന്നതാണ്. നിരവധി ആളുകളിൽ അദ്ദേഹം പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഡോക്ടർ സാഗർ ജോഷി അദ്ദേഹം പറയുന്നത് എന്ത് ചെയ്യുന്ന പറഞ്ഞാല് 99.9% അസുഖത്തിനും കാരണം ബ്ലഡ് സർക്കുലേഷനും ഓക്സിജൻ വേണ്ട രീതിയിൽ ശരീരത്തിൽ ലഭിക്കാത്തതാണെന്നതാണ്. അപ്പൊ ഇത് രണ്ടും ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് 99.9% അസുഖത്തെയും നമ്മുടെ ശരീരത്തിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു സയൻസ് ആണ് എന്ത് ചെയ്യുന്നത് ഇന്ന് ലോകത്തിനെ കീഴടക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതിനിടെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഞാൻ ഇന്ന് ഈ ഷുഗർ വരുന്നതായിട്ട് ഡോക്ടർ ജെയ്സൺ ഫങ്കിന്റെ കുറെ നിരീക്ഷണങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഡോക്ടർ ജെയ്സൺ ഫങ്ക് പറയുന്നത് നമ്മുടെ ശരീരത്തെ ഒരു പഞ്ചസാര ഭരണിയായി സങ്കല്പിക്കുക. നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ആ ഭരണി കാലിയാണ്. കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഈ അന്നജം നിറഞ്ഞ ഭക്ഷണങ്ങള്, അത് അരി, ഗോതമ്പ്, മധുര പലഹാരങ്ങള് ഇതൊക്കെ തന്നെ കഴിക്കുന്നതോടുകൂടി ശരീരമാകുന്ന പഞ്ചസാര ഭരണി ഇങ്ങനെ നിറയാണെന്നല്ല. അപ്പോ പഞ്ചസാര ഭരണി നിറഞ്ഞ് കഴിയുന്ന സമയത്ത് എന്ത് ചെയ്ത് അത് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. ഈ പുറത്തേക്ക് ഒഴുകുന്ന ഈ പഞ്ചസാര നമ്മുടെ രക്തത്തിലേക്ക് വരുന്നു എന്നതാണ്. രക്തത്തിലേക്ക് വന്നു കഴിയുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, രക്തപരിശോധനയിലൂടെ ഡോക്ടറെ സമീപിക്കുന്നത്. അതെന്ന് പറഞ്ഞാല് ക്ഷീണം വരുന്ന, അതേപോലെ തന്നെ തളർച്ച വരുന്ന, കണ്ണിന് മങ്ങലുണ്ടാവുകയും നടക്കുന്ന സമയത്ത് തളർച്ച ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഡോക്ടറുടെ അടുത്തേക്ക് സമീപിക്കുന്നത്. ഡോക്ടറെ അടുത്തേക്ക് സമീപിക്കുന്ന സമയത്ത് ബ്ലഡ് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ഷുഗർ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ഡോക്ടർ എന്ത് ചെയ്യുന്നു, നമുക്ക് ഗുളിക എഴുതരുകയും ചെയ്യും. ഗുളിക കഴിക്കുന്ന സമയത്ത് തന്നെ ഡോക്ടറോട് നമ്മളോട് പറയുന്നത് ശരീരത്തിന്റെ ഭാരം കുറച്ചു കഴിഞ്ഞാൽ ഷുഗറിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ നമ്മൾ ഈ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്തേ നമ്മുടെ ശരീരഭാരം കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ശരീരഭാരം കുറയല്ല ചെയ്യുന്നത്, മരുന്ന് കഴിക്കുന്നതോടുകൂടി ശരീരഭാരം കൂടിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഈ കൂടുന്ന സമയത്ത് ഡോക്ടറോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, അല്ല ഡോക്ടറെ, ഈ ശരീരഭാരം കുറയുന്ന സമയത്താണല്ലോ ഷുഗറിനെ നിയന്ത്രിക്കാൻ കഴിയുന്നത്, ശരീരഭാരം എന്തുകൊണ്ടാണ് ഈ ഗുളിക കഴിക്കുന്ന സമയത്ത് കൂടിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഡോക്ടർക്ക് അതിന് ഉത്തരവുണ്ടാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ശരീരത്തിലേക്ക് കുമിഞ്ഞ് കൂടുന്ന പഞ്ചസാരയെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാല് ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻസുലിൻ, സ്വാഭാവികമായിട്ടുള്ള ഒരു ഹോർമോണാണ് ഈ ഇൻസുലിൻ എന്ന് പറയുന്നത്. ഇൻസുലിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഈ ബ്ലഡിലുള്ള ഷുഗറിനെ നേരെ കോശങ്ങളിലെ ഉള്ളിലേക്ക് എന്ത് ചെയ്ത് തള്ളി വിടുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻസുലിൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഈ പഞ്ചസാരയെ ഇങ്ങനെ ശരീരത്തിന്റെ ബ്ലഡിൽ നിന്ന് ഈ ശരീരത്തിന്റെ കോശങ്ങളിലേക്ക് ഇങ്ങനെ തള്ളി വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കോശങ്ങള് പഞ്ചസാര കൊണ്ട് നിറയാൻ തുടങ്ങും. അപ്പൊ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് വീണ്ടും എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഡോക്ടറെ സമീപിക്കുകയും ഡോക്ടർ ഗുളികയുടെ ശക്തി കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന സമയത്ത് വീണ്ടും ശരീരം കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുകയും അത് വീണ്ടും ശരീരത്തിലേക്ക് തള്ളി മാറ്റപ്പെടുകയും ചെയ്യുന്നതാണ്. അങ്ങനെ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് നമ്മുടെ ശരീരത്തില് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നതാണ്. കാരണം എത്ര ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാലും പിന്നീട് എന്ത് ചെയ്ത് ഈ പഞ്ചസാരയെ കോശങ്ങളിലേക്ക് തള്ളി മാറ്റാൻ പറ്റില്ല. അദ്ദേഹം ഉദാഹരണം പറയുന്നത്, കാറ്റ് നിറച്ച ഒരു ബലൂണിലേക്ക് വീണ്ടും നമ്മൾ ഊതി കാറ്റ് നിറക്കാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ മർദ്ദം പ്രയോഗിക്കേണ്ടി വരുന്നു. കോശങ്ങൾ പഞ്ചസാരയാൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് കൂടുതൽ പഞ്ചസാര സ്വീകരിക്കാൻ കോശങ്ങൾ വിമുഖത കാണിക്കുന്നു. ഇൻസുലിന് ആ ജോലി ചെയ്യാൻ സാധിക്കാതെ വരുന്നു. അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ തുടക്കം എന്നാണ് അദ്ദേഹം സ്ഥാപിക്കപ്പെടുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ പഞ്ചസാര കൂടുതലും എന്ത് ചെയ്യുന്നതിനാല് കൊഴുപ്പ് രൂപത്തില് ശരീരം കരളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കരളത് കൊഴുപ്പാക്കി മാറ്റുന്നു. ഈ പഞ്ചസാരയെ, രക്തത്തിലുള്ള പഞ്ചസാരയെ മരുന്നിന്റെ ശക്തി കൊണ്ട് കരളിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കരളത് കൊഴുപ്പാക്കിയിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാല് അരക്ക് ചുറ്റും നിക്ഷേപിക്കപ്പെടുന്നതാണ്. ഈ കരളിനും ഈ അമിതമായ പഞ്ചസാര ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ശരീരത്തിന്റെ കരളിന് ആവശ്യമില്ലാത്ത പഞ്ചസാരയെ കരൾ എന്ത് ചെയ്യും,
അത് കൊഴുപ്പാക്കിയിട്ട് അരക്ക് ചുറ്റും ഇങ്ങനെ നിക്ഷേപിക്കപ്പെടുകയാണ്. അരക്ക് ചുറ്റും മാത്രമല്ല, മറ്റ് ശരീരത്തിലെ ഓരോ അവയവങ്ങളിലേക്കും തള്ളി കൊടുക്കുന്നതാണ്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ രക്തത്തിലെ പഞ്ചസാരയെ ശരീരത്തിലേക്ക് തള്ളി മാറ്റുന്ന ജോലിയാണ് നാം കഴിക്കുന്ന മരുന്ന് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഈ അമിതമായ പഞ്ചസാര അവയവങ്ങളെ കൊല്ലുകയാണ് ചെയ്യുന്നതാണ്. ഇപ്പൊ രക്തത്തിലെ പഞ്ചസാരയെ നമുക്ക് ലാബിൽ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. എന്നാൽ ശരീരത്തിൽ മറ്റ് ഭാഗങ്ങളിൽ അടിഞ്ഞുകൂടുന്ന പഞ്ചസാരയെ എളുപ്പത്തിൽ കാണാൻ സാധിക്കില്ല. യഥാർത്ഥത്തിൽ മരുന്ന് ചെയ്യുന്നത് കാണുന്ന സ്ഥലത്തുള്ള പഞ്ചസാരയെ കാണാത്ത സ്ഥലത്തേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഉദാഹരണമായി ജെയ്സൺ ഫങ്ക് പറയുന്നത്, നമ്മുടെയൊക്കെ അടുക്കളയിലെ വേസ്റ്റ് കോരി ഒരു പ്ലാസ്റ്റിക് സഞ്ചിയിൽ പൊതിഞ്ഞ് കിടപ്പറയിലെ കട്ടിന്റെ അടിയിൽ കൊണ്ട് വെച്ചാല് അത് അവിടെ കിടന്ന് ചീയുകയില്ലേ എന്നാണ് ചോദിക്കുന്നത് അദ്ദേഹം. കാരണം അങ്ങനെ വരുമ്പോൾ 10 20 വർഷം കഴിക്കുമ്പോൾ നമ്മള് ഈ ഈ ഇൻസുലിൻ അല്ലെങ്കിൽ ഈ പഞ്ചസാര ശരീരത്തിന്റെ മറ്റ് കോശങ്ങളിലേക്ക് തള്ളിവിടുന്ന ഈ ഒരു സാധനം നമുക്ക് ഹൃദ്രോഗം, മസ്തിഷ്കാഘാതം, അൽഷിമേഴ്സ്, അന്ധത, വൃക്കരോഗങ്ങൾ, സിറോസിസ്, ഞരമ്പ് രക്തക്കുഴലുകൾ സംബന്ധമായ രോഗങ്ങൾ, പാദങ്ങൾ മുറിച്ചു കളയേണ്ട അവസ്ഥ, ഇതെല്ലാം ചീഞ്ഞുപോതിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ്. എന്ന് പറഞ്ഞാല് നമ്മുടെ ബ്ലഡിലുള്ള പഞ്ചസാരയെ ശരീരത്തിന്റെ മറ്റ് അവയവങ്ങളിലേക്ക് തള്ളിവിടുന്ന സമയത്ത് ആ അവയവങ്ങൾക്ക് വരുന്ന കേടുപാടുകളാണ് ജെയ്സൺ ഫങ്ക് ഇതിലൂടെ നമ്മളോട് പറയുന്നത്. ഡോക്ടർ പറയുന്നത് പോലെ ഗുളികകളെല്ലാം കഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്ത് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഇപ്പൊ ബയോട്ടോറിയം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ശരീരത്തിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഗുളികകളൊക്കെ കഴിക്കുക. ആ ഗുളികകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് നമ്മള് ഈ മാഗ്നറ്റൈസ്ഡ് വാട്ടർ കഴിക്കുന്ന സമയത്ത് ശരീരത്തിലെ ചത്ത കോശങ്ങളൊക്കെ തന്നെ, പാൻക്രിയാസിലെ ബീറ്റാ സെൽസ് കോശങ്ങളാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഈ ചത്ത കോശങ്ങൾ മുഴുവൻ എന്ത് ചെയ്യും, ശരീരം പുറന്തള്ളപ്പെടും. അവിടെ പുതിയ കോശങ്ങൾ രൂപപ്പെടും. പുതിയ കോശങ്ങൾ രൂപപ്പെട്ടിട്ട് അവിടെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഡോക്ടർ തരുന്ന ഇൻസുലിനും നമ്മൾ ഭക്ഷണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഇൻസുലിനും എന്ത് ചെയ്യും, ശരീരത്തിൽ കൂടുന്നതായി കാണാം. അപ്പൊ നേരെ ഡോക്ടറെ അടുത്ത് പോവുക. അപ്പൊ ഡോക്ടർ ടെസ്റ്റിങ്ങിലൂടെ എന്ത് ചെയ്യും, 2 ഇൻസുലിൻ വേണ്ട, ഇനി 1 ഇൻസുലിൻ മതി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഒരു 5-6 മാസത്തെ ഉപയോഗത്തോടു കൂടി ഡോക്ടർ തന്നെ പറയും 1 ഇൻസുലിൻ കഴിക്കേണ്ടാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരം മാറുന്നതാണ്. അത് ഷുഗറിന്റെ കാര്യത്തിൽ മാത്രമല്ല, എന്തൊക്കെ ഇതിലൂടെ മാറ്റിയിടാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്കറിയാം, മെഡിസിനെ കുറിച്ചിട്ട് നന്നായിട്ട് പഠിച്ച ഒരാളാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ VM ഹെഗ്ഡെ. VM ഹെഗ്ഡെ പറയുന്നത്, ഇപ്പം ഷുഗർ രോഗി മരിക്കുന്നത് ഷുഗർ വന്നിട്ടല്ല എന്നുള്ളതാണ്, ഷുഗറിന് കൊടുക്കുന്ന ഗുളികയുടെ സൈഡ് എഫക്റ്റ് ആണെന്നുള്ളതാണ്. ഗുളിക കൊടുത്ത് 1 കൊടുത്ത് 2 കൊടുത്ത് പാൻക്രിയാസിനെ കൊല്ലുന്നു. പാൻക്രിയാസ് ചത്ത് കഴിയുമ്പോഴേക്ക് എന്ത് ചെയ്ത് അത് കിഡ്നീനെ ബാധിക്കുന്നു. കിഡ്നിനെ ബാധിച്ചിട്ട് കുറെ നെഫ്രോളജിനെ കാണിച്ച് കുറെ മരുന്നും കഴിച്ച് പിന്നീട് ഡയാലിസിസ് ചെയ്ത് മൂക്കിൽ പഞ്ഞും വെച്ച് തിരിച്ചെടുത്തു എന്ന് പറയുന്നു. കാരണം ഇവിടെ ഈ ആണ് എന്ത് ചെയ്ത് ഈ മരുന്നിന്റെ പ്രശ്നങ്ങൾ നമ്മൾ കൂടുതലായിട്ടും കാണുന്നതെന്നുള്ളതാണ്. കാരണം ഇന്ന് ഡയാലിസിസ് സെന്റർ ഏറ്റവും കൂടുതൽ വരാനുള്ള കാരണം ഈ ആധുനിക മരുന്നിന്റെ സൈഡ് എഫക്റ്റ് ആണെന്നുള്ളത് ആണ് എന്ത് ചെയ്ത് അതിലൂടെ വ്യക്തമാക്കപ്പെടുന്നതാണ്. അതേപോലെ തന്നെ ഈ ഇന്ത്യൻ ഫാർമസി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ സുരേഷ് ബാബു പറയുന്നത്, മരുന്ന് കഴിച്ച് രോഗികളാകുന്നത് 35% പേരുന്നതാണ്. നമ്മളൊരു രോഗത്തിന് വേണ്ടി ഡോക്ടറെ സമീപിക്കുകയും ആ രോഗം മാറുകയും ഒരു താമസിയാതെ തന്നെ മറ്റൊരു രോഗം നമ്മുടെ ശരീരത്തിലേക്ക് വരികയും ചെയ്യുന്നതാണ്. കാരണം ഇവിടെയാണ് 3.5 കോടിയുടെ അരി മേടിക്കുന്ന സമയത്ത് നമ്മൾ 20,000 പരം കോടി രൂപയുടെ മരുന്നാണ് ഒരു വർഷം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാലോ, ഇപ്പൊ 2022-23 മലയാളി കുടിച്ചു തീർത്ത മരുന്നിന്റെ ആ തോടുണ്ടല്ലോ, അത് ഗുളിക കഴിച്ചിട്ടുള്ള ആ തോട് പുറത്തു കളഞ്ഞത് നമ്മുടെ ADS-ഉം CDS-ഉം ആശാ വർക്കർമാരൊക്കെ തന്നെ ശേഖരിച്ചിട്ട് കൊണ്ടുവന്നത് എത്രയാണ്, 7 ടണ്ണാണെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാല് ഒരു വർഷം കുടിച്ചു തീർത്ത മരുന്നിന്റെ എന്ത് ചെയ്ത് അവശിഷ്ടങ്ങളാണ് എന്ത് ചെയ്ത്
ടൺ എന്ന് പറയുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഭക്ഷണം കഴിക്കുന്നത് പോലെ മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നതാണ്. അപ്പം ഭക്ഷണം എന്ന് പറയുന്നത് മരുന്ന് പോലെ കഴിക്കേണ്ട സാധനമാണ്. പക്ഷെ ഇന്ന് നമ്മൾ എന്ത് ചെയ്ത് മരുന്നാണ് ഭക്ഷണം പോലെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്നുള്ള ഒരു മാറ്റം. കാരണം അലോപ്പതി മെഡിസിനെ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് തള്ളിപ്പറയല്ല നമ്മൾ ചെയ്യുന്നത്. കാരണം അലോപ്പതി മെഡിസിൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒരു സാധനമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിച്ചേരണം എന്നുള്ളതാണ്. കാരണം ഇന്ന് എന്താണ് 20-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധം മുതൽ സമൂഹത്തില് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ജീവിതശൈലിയിലൂടെ വന്നിരിക്കുന്ന മാറ്റങ്ങളാണ്. ഈ ജീവിതശൈലിയിലൂടെ നമ്മളുടെ ശരീരത്തിൽ വന്ന മാറ്റങ്ങളെ, ഈ ഒരു അവസ്ഥയെ നമുക്ക് മരുന്ന് കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതല്ലെന്നതാണ്. ഇത് നമ്മുടെ ജീവിത ശൈലിയിലൂടെ വന്ന് ചേർന്നിരിക്കുന്ന ഈ ഒരു അവസ്ഥയെ നമുക്ക് ജീവിതശൈലി മാറ്റുന്നതിലൂടെ മാത്രം പരിഹരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണുള്ളത്. ഇതിനെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് നന്നായിട്ട് വ്യായാമം ചെയ്യുകയും നന്നായിട്ട് വെള്ളം കുടിക്കുകയും നന്നായിട്ട് എന്ത് ചെയ്ത് ഉറങ്ങുകയും നന്നായി ചിന്തിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് നമ്മളെ ഈ നമ്മുടെ ബോധത്തിൽ അടിച്ച് കയറ്റിയിട്ടിരിക്കുന്ന ഒരു സാധനമുണ്ട്. എന്ന് പറഞ്ഞാല് ഷുഗർ വന്നു കഴിഞ്ഞാല് കഴിഞ്ഞു, ഇനി എന്ത് ചെയ്ത് ഇതിൽ നിന്ന് മോചനമില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് എന്ത് ചെയ്ത് ഇത് അടിച്ചു കയറ്റിയിട്ടുണ്ട്. ആ ഒരു ബോധത്തിൽ നിന്ന് ഷുഗർ മാറ്റാൻ കഴിയുന്നതാണെന്നും ഷുഗർ എല്ലാ രോഗങ്ങളും മാറ്റാൻ കഴിയുന്നതാണെന്നും ഞാൻ ഒരിക്കലും ഈ ദയനീയമായിട്ടുള്ള ഈ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്ത് കടക്കുകയാണ് വേണ്ടതെന്നുള്ളതാണ്. നല്ല ചിന്തകളിലൂടെ നമ്മളെ ഗ്രസിച്ചിരിക്കുന്ന ഈ ഒരവസ്ഥയെ നമുക്ക് തച്ചുടച്ചുകൊണ്ട് പുതിയ ആളുകളായിട്ട് സമൂഹത്തിലേക്ക് ഉയർന്നു വരാനും രോഗമില്ലാത്ത ഒരവസ്ഥയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മുടെ ചിന്താഗതിയെ മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ ചിന്താഗതിയെ മാറ്റുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇതിനെയൊക്കെ തന്നെ ചെറുത്തു തോൽപ്പിക്കാൻ പറ്റുന്നതല്ല. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഈ കൂടുതലും സംസാരിക്കാതെ നമ്മുടെ ഷുഗറിന് എന്താണ് HbA1c ടെസ്റ്റ് നടത്തിയതിന് ശേഷം നിരവധി ആളുകൾ നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം അതിന്റെ റിസൾട്ടുകൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നതാണ്. കാരണം 10 ദിവസം കൊണ്ട് കാല് മുറിച്ചു മാറ്റണം എന്ന് ആധുനിക ശാസ്ത്രം വിധി എഴുതിയിട്ടുള്ള പല രോഗികളും എന്ത് ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ ശരീരത്തില് അടിഞ്ഞുകൂടുന്ന കൊഴുപ്പാണ് പ്രധാന കാരണം എന്നുള്ള അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത് ആധുനിക ശാസ്ത്രം ഇന്ന് നമുക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പഞ്ചസാരയെ വില്ലനാക്കാത്ത ഒരു തലമുറ പഞ്ചസാരയെ എന്ത് ചെയ്ത് സോഫ്റ്റ് ആയിട്ട് മാറ്റുകയും ഈ കൊഴുപ്പിനെ വില്ലനാക്കി മാറ്റുകയും ചെയ്തതോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത് ശരിക്കും നമ്മളെ രോഗികളാക്കി മാറ്റിയിരിക്കുന്നതാണ്. കാരണം നമ്മളെ ഇപ്പം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ റേഷൻ കട വഴി ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നതിനാല് ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വെളിച്ചെണ്ണ, അതേപോലെ തന്നെ നെയ്യ്, എണ്ണ, ഇങ്ങനെ പ്രകൃതിദത്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടല്ലോ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഗുണങ്ങൾ ചെയ്യുന്ന സാധനമാണെന്നതാണ്. പക്ഷെ നമ്മോട് പറഞ്ഞെന്ന് പറഞ്ഞാല് ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ പിടിപെടും, ഹൃദ്രോഗം പോലെയുള്ള മാരകമായ അസുഖങ്ങൾ പിടിപെടും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞാല് സിന്തറ്റിക് ഓയിലുകൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് നമ്മുടെ റേഷൻ കട വഴിയൊക്കെ തന്നെ ഒരു കാലത്ത് വിറ്റഴിക്കപ്പെട്ടു എന്നതാണ്. അങ്ങനെ പിന്നീട് എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഈ കൃത്രിമമായിട്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഓയില് കഴിച്ചിട്ട് എന്ത് ചെയ്ത് നമ്മുടെ രോഗികളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്ത് പഞ്ചസാര രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. പഞ്ചസാരക്കെതിരായിട്ടുള്ള കേസ് എന്ന് പറയുന്ന ഒരു ജെയ്സൺ ഫഗിന്റെ ഒരു മറ്റൊരു പുസ്തകം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പഞ്ചസാരക്കെതിരെയുള്ള ഒരു കേസ് എന്ന് പറയുന്നത്. കാരണം അമേരിക്ക വളരെ ബോധപൂർവം തന്നെ എന്ത് ചെയ്ത് പഞ്ചസാരയെ എന്ത് ചെയ്ത് സോഫ്റ്റ് ആക്കി മാറ്റുകയും പിന്നീട് ഈ പഞ്ചസാര പല രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഉള്ളിലേക്ക് കയറ്റുക എന്നുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്കറിയാം, ഇപ്പൊ 50 കിലോ പഞ്ചസാരക്ക് 1 കിലോ
സാക്കറിനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 50 കിലോ സാക്കറിന് 1 കിലോ അസോർട്ടം നിറഞ്ഞ രീതിയിലാണ്. അത്രയും ഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഈ പഞ്ചസാരയിലൂടെ നമ്മളുടെ ശരീരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോ നമ്മൾ എന്ത് കഴിക്കുന്നുണ്ടോ അതിൽ ഏറ്റവും കൂടുതൽ മധുരമാണെന്നുള്ളതാണ്. ഈ മധുരമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തെ മുഴുവൻ നശിപ്പിക്കുന്നതിലാണ്. കാരണം 5 വെളുത്ത എന്ത് ചെയ്ത് പലഹാരങ്ങൾ, ഇപ്പോ ഉൽപ്പന്നങ്ങൾ, അതായത് ഉപ്പ്, മൈദ, പഞ്ചസാര, പിന്നെ അങ്ങനെ അഞ്ച് സാധനങ്ങൾ ആണ് എന്ത് ചെയ്ത് നമ്മളെ ഇന്ന് ഏറ്റവും കൂടുതൽ രോഗികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് എത്രത്തോളം നമുക്ക് കുറക്കാൻ പറ്റുമോ അത്രയും നമുക്ക് എന്ത് ചെയ്ത് രോഗമുക്തി നേടാൻ പറ്റുന്നതാണ്. കൂടുതലായിട്ട് പൂരിത കൊഴുപ്പുകളൊക്കെ തന്നെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഗീർ പശുവിന്റെ നെയ്യൊക്കെ ഉണ്ടല്ലോ, പണ്ട് കാലത്ത് നമ്മൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതാണ്. കാരണം ആരോഗ്യമാണ് സമ്പത്ത് എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ഇതൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതാണ്. 6 മാസത്തിലൊരിക്കൽ വയറിളക്കും, പിഴിച്ചല്, എണ്ണ തേച്ച് കുളി, കർക്കിടക കഞ്ഞി, നന്നായിട്ട് അധ്വാനിക്കും, നന്നായിട്ട് വെള്ളം കുടിക്കും. ഇതൊക്കെ ഈ ഒരു സമയത്ത് നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നതാണ്. അന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മതി, നമ്മുടെ ആ കരുത്ത് നമുക്ക് കൃത്യമായി കിട്ടിയിരുന്നു. ഭൂമിയിൽ നിന്ന് കിട്ടേണ്ട ആ എനർജി മുഴുവൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ടാണ് തച്ചോളി ഉദയനും കുറുളി ചെക്കനൊക്കെ എന്ത് ചെയ്ത് ആ പവർ ഉണ്ടായിരുന്നു എന്നതാണ്. കാരണം അന്ന് അവര് കാന്തത്തിന്റെ ഉറുക്കുന്നൂലായിരുന്നു ധരിച്ചിട്ടുണ്ടായിരുന്നതാണ്. ആ പവർ ശരിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. കഴിഞ്ഞ 500 വർഷമായിട്ട് നമ്മുടെ ശരീരത്തിൽ കിട്ടേണ്ട ആ എനർജി, ആ എർത്ത് എനർജി നമുക്കിന്ന് കിട്ടാതെ പോകുന്നതാണ്. അതുകൊണ്ടാണ് 2008 മുതൽ ഡോക്ടർ സാഗർ ജോഷി ലോകത്തിന്റെ മുമ്പിലേക്ക് സംസാരിക്കുന്നത് നമ്മുടെ കിട്ടാതെ പോകുന്ന എർത്ത് എനർജി ഇന്ത്യയിൽ നിന്ന് മറ്റ് അമേരിക്ക പോലെയുള്ള 22ഓളം രാജ്യങ്ങളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുക എന്നതാണ്. കൊറോണ വന്നതുകൊണ്ട് മാത്രം ഈ ഒരു സാധനം നമ്മളിലേക്ക് വന്നു എന്നതാണ്. ഇപ്പൊ 4 വർഷം കൊണ്ട് ഏകദേശം 30 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഈ മാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും തങ്ങളുടെ അവശതയിൽ നിന്ന് മുക്തരായി വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് പറയുന്നത് നമ്മളൊക്കെ തന്നെ ഒരു മുന്നണി പോരാളികളാണെന്നതാണ്. ഈ ബയോട്ടോർ എന്ന പറഞ്ഞ മാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്കിടയിൽ എത്തിക്കുകയും അതിൽ നിന്ന് 10-30 വർഷം ഗുളികയൊക്കെ കഴിച്ച് നരകയാതന അനുഭവിക്കുന്ന ആളുകളെയൊക്കെ തന്നെ, അവശത അനുഭവിക്കുന്ന ആളുകളെ ജീവിച്ചു മരിക്കുന്ന അവസ്ഥയിലേക്ക് കൈപിടിച്ചു ഉയർത്തിക്കാൻ പറ്റുന്ന ഏറ്റവും എന്ത് ചെയ്ത് ഇന്ന് ലോകത്ത് കിട്ടാനുള്ള ഒരേ ഒരു സാധനമാണ് എന്ത് ചെയ്ത് ബയോ മാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. കാരണം 99.9% അസുഖങ്ങളും ബ്ലഡ് സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ ഉണ്ടാകുന്നത്. അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇന്ന് ലോകത്തുള്ള ഒരേ ഒരു സാധനമാണ് മാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ബയോ മാഗ്നറ്റിക് പ്രൊഡക്റ്റുകളാണെന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇപ്പൊ നമ്മുടെ കൊറോണ വാക്സിൻ എടുത്തതിന് ശേഷം ലോകാരോഗ്യ സംഘടനയിലെ ചില റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് 50 കോടി ആളുകൾ 10 വർഷത്തിനുള്ളിൽ ലോകത്തുനിന്ന് നാമാവശേഷമായി പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനുള്ള ഒരേ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് കൂടി മാഗ്നറ്റിക് എനർജിയാണെന്നുള്ളതാണ്. കാരണം ഫിലാഡൽഫിയയിലെ റാഞ്ചിയ ടാവോ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ലോകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു പ്രബന്ധത്തില് അദ്ദേഹം പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വരുന്നതോടുകൂടി ബ്ലഡിന്റെ വിസ്കോസിറ്റി 10 മടങ്ങ് കുറയുന്നു. സ്ട്രോക്ക്, അറ്റേക്ക് തുടങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാനവ സമൂഹത്തെ, ജന്തുകുലത്തെ രക്ഷപ്പെടുത്താനുള്ള ഒരു തെറാപ്പിയായിട്ട് ബയോമാഗ്നറ്റിക് എനർജി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഈ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ആളുകളിലേക്കും നമ്മുടെ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുത്തുകൊണ്ട്, അതേപോലെ തന്നെ ന്യൂട്രീഷൻസ് ഫുഡുകൾ എത്തിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നതാണ്. അപ്പൊ നമ്മുടെ കമ്പനി ഇറക്കിയിട്ടുള്ള ഒരു ഉൽപ്പന്നം, ആ ഉൽപ്പന്നത്തെ കുറിച്ച് മിനീഷ് സാറ് സംസാരിക്കും. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ടൈപ്പ് 2, ടൈപ്പ് 1 ഷുഗറിനെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റുന്ന, പാൻഗ്യാസിനെ വീണ്ടും പുതിയ രീതിയിൽ പുനഃസ്ഥാപിക്കാൻ പറ്റുന്ന രീതിയിൽ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള നിരവധി പ്രൊഡക്റ്റുകൾ നമ്മുടെ കമ്പനി ഇറക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മൈക്ക് മിനീഷ് സാറിലേക്ക് കൈമാറി കൊടുക്കുകയാണ്. അപ്പൊ ഇത് നേരം എന്നെ ശ്രമിച്ചിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് മിനീഷ് സാറിലേക്ക്
അതിനെക്കുറിച്ച് കൂടി സംസാരിക്കാൻ ഞാൻ പറയാണ്. താങ്ക് യു ചന്ദ്രമാഷെ, താങ്ക് യു. അപ്പോ നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും ഒക്കെ വ്യക്തമായിട്ട് നമ്മുടെ ചന്ദ്ര സാർ ഇവിടെ സംസാരിച്ചു. നമ്മുടെ ഭക്ഷണ രീതിയിൽ നമുക്ക് വ്യായാമക്കുറവ്, ഇതിനൊക്കെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഇവിടെ പ്രതിപാദിച്ചു. നമ്മുടെ കമ്പനിക്ക് ഒരു ഡയബറ്റിക്കുമായി ബന്ധപ്പെട്ട ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി ആധികാരികമായി സംസാരിക്കാൻ നമ്മുടെ ഗ്രേറ്റ് ലീഡർ മിനി സാറ് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. മോർണിംഗ് ഓൾ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതില് പലർക്കും ഡയബറ്റിക്കിനെ വളരെ പേടിയായിരിക്കും. അതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളൊരു അന്വേഷണമോ അല്ലെ? അതായിരിക്കും. ഇല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യാ, നമുക്കൊരു മാനസികാവസ്ഥയാണ്, നമുക്ക് നല്ലത് കിട്ടുവാണെങ്കിൽ അതിനെ പ്രചരിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇന്ന് കൂടുതൽ ആളുകൾ നമ്മളെ ഈ ഒരു സൂമിൽ ഇന്ന് ഡയബറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡയബറ്റിക് കെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക് ആയതുകൊണ്ട് ഇന്നിവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നിലവിൽ നിങ്ങളെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. ഈ സെഷൻ കഴിയുമ്പോൾ ഓരോരുത്തർക്കും അഭിപ്രായം പറയാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ബീനാമേടൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. ഇപ്പൊ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യും, മറുപടി കിട്ടാനുള്ള അവസരമുണ്ട്. നമ്മുടെ കമ്പനി ഒരുപാട് പ്രൊഡക്റ്റുകൾ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് റീപർച്ചേസ് ഇൻകം വന്നു തുടങ്ങിയിട്ടുണ്ട്. റീപർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കിട്ടുന്ന വരുമാനത്തിന് 10% കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അറിയുമായിരിക്കും, പക്ഷെ അറിയാത്ത ആളുകളുണ്ട്. പലരോട് നേരിട്ട് സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, കമ്പനി ഇപ്പം ഒരു എന്താ പറയാ, അത്രയും മൂല്യമുള്ള ഒരു ഓഫർ വെച്ചിട്ടുണ്ട്. നമ്മളെ കൂടെ ഇപ്പൊ ഈ 10-ാം തീയതിക്ക് ശേഷം ജോയിൻ ചെയ്ത, ഈ 10-ന് ശേഷം നമ്മൾ ID അടിച്ച പുതിയ ഡിസ്ട്രിബ്യൂട്ടർക്ക് 7 ദിവസം ID അടിച്ച് 7 ദിവസത്തിനുള്ളിൽ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ ഒരു 50 BB 100 BBയുടെ സെയിൽ എടുത്ത് ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ക്രൈറ്റീരിയ ബോണസ് കിട്ടുന്നതിനോടൊപ്പം തന്നെ ഒരു 10,700 രൂപയുടെ പ്രീമിയം പ്രൊഡക്റ്റ് അവർക്ക് 3,800 രൂപക്ക് വാങ്ങിയെടുക്കാൻ പറ്റും. അതൊരു ഭയങ്കര ഓഫറാണ്. അതിൽ 9,800ന്റെ പ്രൊഡക്റ്റ് 2,900 കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റും. അപ്പൊ ഇത് എന്ത് ചെയ്യണം, നിങ്ങൾ ടീമിൽ മാക്സിമം എന്ത് ചെയ്യണം, അതിന്റെ ഇൻഫർമേഷൻ കൊടുക്കണം. ഓക്കെ, അതൊരിക്കലും മറന്നു പോയത്. കാരണം നമ്മുടെ കൂടെ വിശ്വസിച്ച് വരുന്ന ഒരാൾക്ക് കിട്ടുന്ന, ബിസിനസ് ചെയ്യാൻ വരുന്ന ആൾ പ്രത്യേകിച്ചിട്ട് ഒരു ട്രൈപോഡ് എടുത്തുകൊണ്ട് തന്നെ വരുന്നത്, 3 ID എടുത്തുകൊണ്ട് തന്നെയാണ് അധികം ആൾക്കാർക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അവരോട് പറയണം 7 ദിവസത്തിനുള്ളിൽ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഓഫറും കൂടി ഉണ്ട് എന്നുള്ളത്. അപ്പൊ എന്നെ ഏൽപ്പിച്ച കർത്തവ്യത്തിൽ കിടക്കുകയാണ്. നമ്മുടെ കമ്പനിയിൽ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. ആ പ്രൊഡക്റ്റുകളിൽ ഏറ്റവും ഒരു വിപ്ലവം ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്റ്റാണ്. ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ഒരു ഹിപ്പോക്രാറ്റസ്, നമ്മുടെ ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു വാക്ക്, അവർ ഫുഡ് ഷുഡ് ബി അവർ മെഡിസിൻ ആൻഡ് അവർ മെഡിസിൻ ഷുഡ് ബി അവർ ഫുഡ് എന്നാണ്. നമ്മുടെ ഔഷധവും ഭക്ഷണമായിരിക്കണം, ഭക്ഷണം ഔഷധമായിരിക്കണം എന്നാണ്. ഇതിനെക്കുറിച്ച് അധികം സംസാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇന്ന് നമുക്ക് ഔഷധ മൂല്യമുള്ള ഭക്ഷണങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് നമുക്ക് രോഗങ്ങൾ വരുന്നത്. അവിടെയാണ് അതിന്റെ തുടക്കം. അപ്പോ നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം എന്ന് വെച്ചാൽ ഡയബറ്റിക് കെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഒരു മിറാക്കിൾ പ്രൊഡക്റ്റ് ആണ്. ചന്ദ്രമാഷ് ഓൾറെഡി സംസാരിച്ചു. ഡയബറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റാബോളിക് ഡിസീസ് ആണ്. അത് ഷുഗർ ലെവൽ ഹൈ ആവുന്ന സമയത്ത് വിച്ച് ക്യാൻ ലീഡ് ടു സീരിയസ് ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് ഓവർ ടൈം എന്നാണ്. ഒരു പീരീഡ് ഓഫ് ടൈം കൊണ്ട് മറ്റ് കൂടുതലായിട്ടുള്ള ഹെൽത്ത് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അസുഖമാണ്. അപ്പൊ അതിൽ ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്, അതേപോലെ തന്നെ ഗർഭാവസ്ഥയിൽ വരുന്ന ഷുഗർ ഉണ്ട്. അങ്ങനെ ടൈപ്പ് 2, ടൈപ്പ് 1 ഡയബറ്റിക് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ അതിൽ റിലീഫ് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ മെറ്റാബോളിക് സിൻഡ്രോം എല്ലാം ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞ വിഷയമാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് അസുഖം വരാനുള്ള ഒരു റൂട്ട് കോസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ വയറിന്റെ ആരോഗ്യം, ഗട്ട് ഹെൽത്ത്, അത് നിലനിർത്തി കഴിഞ്ഞാൽ അതിന്റെ ഹെൽത്ത് പോകുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ പൊണ്ണത്തടി, അതേപോലെ ന്യൂട്രീഷ്യൻസിന്റെ ഡെഫിഷ്യൻസി, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇൻഫ്ലമേഷൻ, നീർക്കെട്ടുകൾ, വേദനകൾ, ഇമ്മ്യൂണിറ്റി പവർ കുറയുക. ഈ ഒരു 6 കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് രോഗങ്ങൾ വരുന്നത്. ഇതെല്ലാം എന്നെ കേൾക്കുന്ന ഈ 47 പേർക്കും അറിയാന്നുള്ളതാണ്.
അതിനെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്തൊരു 10 വർഷം അല്ല 5 വർഷം കഴിയുമ്പോൾ നമ്മൾ എടുക്കേണ്ട മെഡിസിനെ ഒഴിവാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ബയോട്ടോറിയം പ്രചരിപ്പിക്കുമ്പോൾ നമ്മളുടെ ഉത്തരവാദിത്വം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആളുകളെടുത്ത് അതേപോലെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരു വിപ്ലവം തന്നെയാണ് നമ്മൾ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ പോകുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് സംഭവിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഒബ്സിറ്റി, ഹൈ ബ്ലഡ് പ്രഷർ, ഹൈ ട്രൈഗ്ലിസറൈഡ്, ലോ HDL കൊളസ്ട്രോള്, ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റിക് അതിനെ ബാധിക്കുന്നുണ്ട്. സെർട്ടൻ മെഡിസിൻസ് അതിന് റിസ്ക് ഫാക്ടറാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ടൈപ്പ് 2 ഡയബറ്റിക് ആവും, കാർഡിയോവാസ്കുലർ ഡിസീസ് വരും, മെറ്റാബോളിക് ഡിസ്ഫങ്ഷൻ വരും, അതേപോലെ PCOS വരും. ഇങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾ വരുന്നതാണ്. അപ്പോ ഇൻസുലിൻ എന്ത് ചെയ്യും? പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാത്ത ഒരു കണ്ടീഷനിൽ നിന്ന് നമ്മുടെ ബോഡിയെ വീണ്ടും ഹെൽത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളതാണ്. നമുക്ക് വേണ്ടി ഈ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി എന്ന് പറയുന്നത് GP ലൈഫ് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു കമ്പനി. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ UK ഹൗസ് ഓഫ് ലോർഡ് അവാർഡ് ചെയ്ത ഒരു കമ്പനി. 100% ഓർഗാനിക് പ്ലാന്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത മൂലകോശങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ സ്റ്റെം സെല്ല് എന്ന് തന്നെ പറയാൻ പറ്റും. എന്താണോ ഒരു പ്ലാന്റിന് ആവശ്യമില്ല അതിനെ മാത്രം എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ക്ലിനിക്കൽ ട്രയലുകൾ നടന്നതാണ്. 2006 സ്ഥാപിച്ച ഒരു കമ്പനിയാണ് നമുക്ക് വേണ്ടി കോൺട്രാക്ട് ബേസിൽ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഉൽപ്പന്നങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നത്. അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അണ്ടർ തന്നെ എന്തുണ്ട്? 100ഓളം റിസർച്ച് ആർട്ടിക്കിളും 25ഓളം പേറ്റന്റുകളുള്ള കമ്പനിയാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന കമ്പനിയാണ് നമ്മുടെ ഈ ഒരു ബ്രാൻഡ് മാനുഫാക്ചർ ചെയ്യുന്നത്. അതേപോലെ ഇലോൺ മസ്കിന്റെ എക്സ്പ്രൈസ് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്ത ലോകത്തിലുള്ള എന്ന് വെച്ചാൽ നമ്മുടെ സെല്ലുകൾ ഈ റീജനറേഷൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാന്റ് ബേസ്ഡ് അല്ലെങ്കിൽ എന്താ പറയുക ഓർഗാനിക് മെഡിസിൻസ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളിൽ ലോകത്തിൽ സെലക്ട് ചെയ്ത 2000 ചില്ലം കമ്പനികളിൽ 100 ലിസ്റ്റിന്റെ ഉള്ളിൽ വരുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു ബ്രാൻഡ് നമുക്ക് വേണ്ടി മാനുഫാക്ചർ ചെയ്യും. അപ്പൊ അത്രയും പ്രാധാന്യമുള്ള അത്രയും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. അവരുടെ ഉദ്ദേശം തന്നെ അവരുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഡയബറ്റിക് പോലെയുള്ള ക്രോണിക് ഡിസീസുകളിൽ കഴിഞ്ഞ 19 കൊല്ലമായിട്ട് റിസർച്ച് നടത്തിക്കൊണ്ട് അവരെന്ത് ചെയ്യാണ് ഇപ്പോൾ ഈ ഒരു മാർക്കറ്റിലേക്ക് ആളുകളുടെ ആരോഗ്യം തിരിച്ചു പിടിക്കുന്ന തരത്തിലേക്കുള്ള ഉൽപ്പന്നങ്ങളാണ് നിർമ്മിക്കുന്നത് പലതും. അതിൽ 10ഓളം പ്രൊഡക്റ്റ് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. ഒരു 20ഓളം പ്രൊഡക്റ്റുകൾ ഇപ്പൊ അടുത്ത് ലോഞ്ച് ചെയ്യാൻ പോവാണ്. അത് ഓരോ അവയവത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റുകളും ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ അഡ്വാൻസ്ഡ് ഷുഗർ ബാലൻസ് എന്നാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ പേര്. അഡ്വാൻസ്ഡ് ഷുഗർ ബാലൻസ്. അത് ഷുഗറിന്റെ യൂട്ടിലൈസേഷൻ എന്ത് ചെയ്യും? ഇംപ്രൂവ് ചെയ്യും. അത് പാൻക്രിയാസിന്റെ ഫംഗ്ഷൻ പ്രോപ്പർ ആക്കാൻ സഹായിക്കും. ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യും. ഇത് ഒരു പ്ലാന്റ് ബേസ്ഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ പ്ലാന്റ് ബേസ്ഡ് ചെടികളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഏറ്റവും മോസ്റ്റ് മോഡേൺ ടെക്നോളജി സിനർജിസ്റ്റിക് ഫൈറ്റോ കാഷ്വാലിറ്റി ടാർഗറ്റഡ് ആണ്. എന്ന് വെച്ചാൽ ഒരു കൂട്ടം പ്ലാന്റ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റെം സെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? വളരെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഉൽപ്പന്നം. അപ്പൊ ഇതിൽ എന്താണോ കമ്പനി പറയുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നതാണ്. ഇതിന്റെ ബെനിഫിറ്റ് ഓൾറെഡി നിങ്ങൾക്ക് ബ്രോഷർ കിട്ടിയിട്ടുണ്ടാവും. നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും. അപ്പൊ തന്നെ നേരത്തെ ചന്ദ്രമാഷ് പറഞ്ഞ ആ പ്രശ്നങ്ങൾ ഗട്ടിലേക്കാണെങ്കിലും മറ്റുള്ള ഓർഗൻസിലേക്കാണെങ്കിലും ഈ ഗ്ലൂക്കോസിനെ അടിച്ച് കയറ്റുന്ന ആ ഒരു പ്രവണത ബോഡി തന്നെ എന്ത് ചെയ്യും? ഒഴിവാക്കിയെടുക്കുന്നതാണ്. അതേപോലെ ഇൻസുലിന്റെ പ്രൊഡക്ഷനെ പ്രൊമോട്ട് ചെയ്യും. ഇൻസുലിൻ പ്രൊഡക്ഷൻ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ബോഡിയിൽ ഇൻസുലിൻ എന്ത് ചെയ്യും? സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ കൂടെ നമ്മുടെ ബയോമാഗ്നറ്റിക് മാറ്റസ്പേഡും ബയോമാഗ്നറ്റിക് വാട്ടർ എനർജി പാഡ് ഉപയോഗിച്ചുള്ള മാഗ്നറ്റൈസർ വാട്ടർ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? റൺ ചെയ്യുന്നതാണ് ഇന്റേണൽ എല്ലാ ഓർഗൻസും. അതേപോലെ തന്നെ ഇംപ്രൂവ്സ് ഷുഗർ യൂട്ടിലൈസേഷൻ. അത് നമ്മുടെ ശരീരത്തിൽ ഷുഗർ യൂട്ടിലൈസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ എന്ത് ചെയ്യും? പ്രോപ്പറാക്കും. ഈ 3 കാര്യങ്ങൾ നടന്നാൽ തന്നെ ഷുഗർ ഉള്ളവർക്ക് അത് റിവേഴ്സ് ചെയ്തെടുക്കാനും ഷുഗർ ഇല്ലാത്തവർക്ക് നാളെ വരാതിരിക്കാനും സഹായിക്കുന്നതാണ്. ഇതിനുള്ളിൽ എന്താ കണ്ടന്റ് എന്നുള്ളതാണ്.
ഇതിന്റെ ഉള്ളിലുള്ള കണ്ടന്റ് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കണ്ടന്റ് ആണ്. ഫെനുഗ്രീക്ക് എന്ന് പറഞ്ഞാൽ ഉലുവ. രണ്ടാമത് ജാമും ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയാ, ഞാവൽപ്പഴം. ഞാവൽപ്പഴം എല്ലാവർക്കും അറിയാവുന്ന ഒരു കണ്ടന്റ് ആണ്. ഗിലോയ് എന്ന് പറഞ്ഞാൽ ചിറ്റാമൃത്. സിന്നമൺ എന്ന് പറഞ്ഞാൽ കറുകപ്പട്ട. ഈ കറുകപ്പട്ട. ഗുഡ്മർ എന്ന് പറയുന്നത് ചക്കരക്കൊല്ലി. ഒരുപാട് ആളുകൾ, ഈ ഷുഗറിലെ ആളുകൾ ഉപയോഗിക്കുന്ന സാധനമാണ്. അശ്വഗന്ധ പ്രമേഹ അല്ലെങ്കിൽ ഉയർന്ന രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിക്കും. കണ്ടന്റുകൾ. അടുത്തത് പാവക്ക അല്ലെങ്കിൽ കൈപ്പക്ക എന്ന് പറയും. അതേപോലെ തന്നെ മഞ്ഞളിനകത്തുള്ള കുർക്കുമിൻ എക്സ്ട്രാക്ട്. അതേപോലെ തന്നെ മരമഞ്ഞളിന്റെ അല്ലെങ്കിൽ ദാരുഹരിദ്ര എന്ന് പറയുന്ന ആ പ്ലാന്റിന്റെ എക്സ്ട്രാക്ട്. അതേപോലെ നെല്ലിക്ക എന്ന് പറയും. നമ്മളെ ഓരോ നാട്ടിൽ ഇതിന് ഓരോ പേരാണ്. വൃക്ഷാമല എന്ന് പറയും. അതേപോലെ തന്നെ ബ്രഹ്മി, അതേപോലെ മുരിങ്ങ, അതേപോലെ ഗിൻസങ്, നമ്മൾ ഉപയോഗിക്കുന്ന കൊറിയൻ ഗിൻസങ് ആണ്. അതേപോലെ കിരിയാത്ത അല്ലെങ്കിൽ നിലവേപ്പ് എന്ന് പറയും. അതേപോലെ കരിഞ്ചീരകം, ശതാവരി കിഴങ്ങിന്റെ എക്സ്ട്രാക്ട്, ഗുഗ്ഗുരു അല്ലെങ്കിൽ ശാലമരം, അതിന്റെ കറ. ഈ കണ്ടന്റുകളാണ് നമ്മുടെ പ്രൊഡക്റ്റിലുള്ളത്. കണ്ടന്റുകളൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ശരിക്കും തലയിൽ കൊടുത്ത് ആവശ്യമൊന്നുമില്ല. ആകെ 4 കണ്ടന്റ് മാത്രം എന്ത് ചെയ്താൽ മതി, ഓർമ്മിച്ചാൽ മതി. ഈ ഒരു 6 കണ്ടന്റ് ആര് ചോദിച്ചാലും പറയാൻ പറ്റുന്ന 6 കണ്ടന്റുകൾ നമുക്ക് എല്ലാവർക്കും, ഏത് സാധാരണക്കാർക്കും സംസാരിക്കാം. ഉലുവയുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ചിറ്റാമൃതുണ്ട്, കറുകപ്പട്ടയുണ്ട്, അതേപോലെ തന്നെ ചക്കരക്കൊല്ലി ഉണ്ട്, അശ്വഗന്ധ ഉണ്ട്, അതേപോലെ നമ്മുടെ ജാമുൻ ബീജിന് ഞാൻ നേരത്തെ ഒരു പേര് പറഞ്ഞിരുന്നു, വിട്ടുപോയി. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഔഷധ കൂട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് ടാബ്ലറ്റ് രൂപത്തിലാണ്. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ടത് വെച്ചാല് ഫെനുഗ്രീക്ക് എന്ന് പറയുന്നത് ഈ ഉലുവന്റെ അകത്ത് ഒരുപാട് നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള കണ്ടന്റുകളുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഈ ഡയബറ്റിക്കിനെ മാത്രം റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഒരു മൂലകോശത്തിനെ വേർതിരിച്ചെടുത്തിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റിൽ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ചിറ്റാമൃതം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരുപാട് ഗൂഗിൾ എടുത്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ചിറ്റാമൃത് കുറേ മെഡിസിൻ പ്രോപ്പർട്ടിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ നിന്നും ഡയബറ്റിക്കിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അതിന്റെ സ്റ്റെം സെല്ല് മൂലകോശങ്ങളെ വേർതിരിച്ചെടുക്കുന്നു. അങ്ങനെ ഓരോരോ കണ്ടന്റും ഈ വളരെ എന്ത് ചെയ്യുക, ശാസ്ത്രീയമായി എന്ത് ചെയ്താണ് പ്രോസസ് ചെയ്ത് അതിന്റെ മൂലകോശങ്ങൾ കൊണ്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അലോപ്പതി മെഡിസിൻ നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നത് പോലെ വർക്ക് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണങ്ങൾ ഞാൻ നേരത്തെ ഓൾറെഡി സംസാരിച്ചു. മെയിൻറ്റെയിൻ നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, പ്രൊമോട്ട് ഇൻസുലിൻ പ്രൊഡക്ഷൻ, ഇംപ്രൂവ് ഷുഗർ യൂട്ടിലൈസേഷൻ, മെയിൻറ്റെയിൻ നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, എൻഹാൻസ് പാൻക്രിയാസ് ഫംഗ്ഷനിങ്, ഇംപ്രൂവ്സ് ബ്ലഡ് ഷുഗർ യൂട്ടിലൈസേഷൻ. ഈ കാര്യങ്ങളാണ്. ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഇതൊരു ടാബ്ലറ്റ് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. ആ ടാബ്ലറ്റ് ദിവസം 2 നേരം ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ, രാവിലെയും വൈകുന്നേരവും, 12 മണിക്കൂർ ഗ്യാപ്പിൽ എന്ത് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. 12 വയസ്സിന് മുകളിലുള്ള ആർക്കും ഇത് ഉപയോഗിക്കാം. ഗർഭിണികള്, മുലയൂട്ടുന്ന അമ്മമാര് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് സംസാരിക്കേണ്ടത്. ഇത് എന്തിനു ഉപയോഗിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ ഡയബറ്റിക് ആവാതിരിക്കാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, ഇന്ന് ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. ഇപ്പൊ കമ്പനിയിൽ റീപർച്ചേസിൽ 3250 രൂപക്ക് വാങ്ങാൻ പറ്റും. നിങ്ങളൊരു 35,000 രൂപ മാസം വരുമാനം ഉണ്ടാക്കിയാൽ ഒരു 3500 രൂപ കമ്പനി റീപർച്ചേസിന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്, ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആ പൈസ കൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റും. എല്ലാത്തത് ഇപ്പം നമുക്ക് ജോയിനിങ് ആണെങ്കിൽ അതിന് കിറ്റായിട്ടാണ് വാങ്ങാൻ കിട്ടുക. നമുക്ക് 10 പീസിന്റെ കിറ്റ് അല്ലെങ്കിൽ 5 പീസിന്റെ കിറ്റ്, അങ്ങനെയാണ് വാങ്ങാൻ കിട്ടുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യുക, ഇനി നമ്മുടെ ശ്രദ്ധ ഇതിലേക്കും കൂടി കൊണ്ടുവരിക. ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുക ആദ്യം. അതേപോലെ നമ്മുടെ ഏറ്റവും സ്നേഹമുള്ള ഏറ്റവും അടുത്ത ആളുകൾക്ക് ഈ പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്രമാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ ഉണ്ടെങ്കിൽ അറിയുന്നതാണെങ്കിൽ ഞാൻ പറയാം, ഇല്ലെങ്കിൽ ചോദിച്ചിട്ട് മറുപടി തരാം. ഓക്കെ, MC ലേക്ക്.
താങ്ക് യു സർ. താങ്ക് യു മിനി സർ. ഇന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ഡയബറ്റിക് വരുന്നതിനെ പറ്റിയും ഒക്കെ വ്യക്തമായി സംസാരിച്ചു. നമ്മളെ ഭക്ഷണ രീതിയിൽ നിന്ന് ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയൊക്കെ ചന്ദ്രമാഷ് പറഞ്ഞു. അരി, പഞ്ചസാര, ഉപ്പ്, പാല്, അതുപോലെ തന്നെ മൈദ, ഇതിന്റെ ഉപയോഗമൊക്കെ ഒന്ന് കുറയ്ക്കുക. നമ്മുടെ വ്യായാമം നല്ല രീതിയിൽ നടത്തുക. അത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ ഒരുപാട് പേരിലെ ഷുഗർ കുറക്കാൻ സഹായിച്ചിട്ടുണ്ട്. കൃത്യമായ ഉപയോഗം, നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാവുന്ന മരുന്നുകൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മുടെ സൈറ്റിൽ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് ഇന്ന് മിനി സാർ സംസാരിച്ചത്. താങ്ക് യു മിനി സാർ. അപ്പോ ആർക്കെങ്കിലും മിനി സാറോട് എന്തെങ്കിലും ഒരു ഇതിനെപ്പറ്റിയുള്ള സംശയങ്ങൾ ചോദിക്കാണ്ട് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. കുറച്ച് സമയം കൂടി നമുക്ക് ബാക്കിയുണ്ട്. അപ്പോ സാറേ അൺമ്യൂട്ട് ചെയ്തടേ, ഓൾ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ. ആർക്കെങ്കിലും ഷുഗറായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ഞാൻ നമ്മുടെ ഈ പൊട്ടിന്റെ പ്രൈസ് ഒന്ന് എന്ത് തരാം, ഒന്ന് കാണിച്ചു തരാം. സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഒന്ന് വലുതാക്കേണ്ടി വരും. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പർച്ചേസിൽ ഇത് സെലക്ട് ചെയ്യേണ്ടത് ഓൾ ടൈപ്സ് ഓഫ് ഈ അൾട്രാവറി ന്യൂട്രാസ്യൂട്ടിക്കൽ. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോർ പവറും അൾട്രാവറിയും അതേപോലെ തന്നെ ഈ ന്യൂട്രീഷണൽ പ്രൊഡക്റ്റ് ₹13,900 13,900 കൊടുത്തു കഴിഞ്ഞാൽ 50 PVക്ക് നമുക്ക് ഫസ്റ്റ് പർച്ചേസിൽ എടുക്കാം. ID ആക്റ്റീവ് ആക്കാൻ വേണ്ടി എടുക്കാം. അതിൽ 5 പ്രൊഡക്റ്റാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ ന്യൂട്രീഷണൽ പ്രൊഡക്റ്റ് 26,900 100 PVക്ക് 10 പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ, 26,900 100 PV 10 പ്രൊഡക്റ്റ്. ആ 10 ഇപ്പം നിലവിൽ കിട്ടുക 10 മിക്സ് ആയിട്ടാണ്. 10 പ്രൊഡക്റ്റുകൾ ഉണ്ട് നമുക്ക്. അതേതൊക്കെയാണെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ ഓരോന്നോരോന്നായിട്ട് ചർച്ച ചെയ്യാം. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. മിനി സാറേ, ഗുഡ് മോർണിംഗ്. ബാബു ചോദിച്ചോളൂ. ഇപ്പം നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെ ഗർഭിണികളും മറ്റവർ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞല്ലോ. അവര് പിന്നെ ഡോക്ടറോട് ചോദിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടറോട് ചോദിക്കണമെങ്കിൽ ഡോക്ടർക്ക് ഇതിനെപ്പറ്റി അറിയണ്ടേ? ഇത് കഴിച്ചാൽ ഡോക്ടർക്ക് ഇതിനെപ്പറ്റി അറിയും. ഗൂഗിൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. സയന്റിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മൊത്തം അതിലുണ്ട്. അത് നമ്മളായിട്ട് ആരും ചികിത്സിക്കാൻ പോകണ്ട എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, എന്ത് വെൽനസ് അഡ്വൈസർ ആണെങ്കിലും, ഇനി സാഗർ ജോഷി സാർ നേരിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാലും നമ്മളൊന്നും ആരുടെയും മാനസികാവസ്ഥയൊന്നും അത്ര പെട്ടെന്ന് മാറില്ല. ഒരു ഡോക്ടർ വിഷം കുടിക്കാൻ പറഞ്ഞാലും നമ്മൾ കുടിക്കും. ശരിയാ, നല്ല വിഷാങ്ങൾ നമ്മൾ കുടിച്ചോണ്ടിരിക്കും. പറയാ. അപ്പം നമ്മൾ ലളിതമായിട്ട് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാല്, മാഗ്നറ്റിക് തെറാപ്പിയിലൂടെ, അതായത് നമ്മുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ഈ ഹാൻഡ് ബാൻഡ് അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന 5 പ്രൊഡക്റ്റുകളിൽ ഒന്ന് ഒരു അസുഖത്തിനെയും മാറ്റാനുള്ള കഴിവുള്ള ഒരു കാന്തമല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഈ കാന്തം ഒരു അസുഖത്തിനെയും മാറ്റുന്നില്ല. കാന്തം ഒരു അസുഖത്തിനെയും മാറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം വരും. ഇത് നമ്മുടെ ശരീരത്തിന്റെ ഡിസോർഡറിനെ ഓർഡറാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ ഈ കാന്തത്തിന് മറ്റൊരു യാതൊരു ഒന്നും ചെയ്യാൻ പ്രാപ്തിയുള്ള ഒന്നല്ല. ഇത് നമ്മുടെ ശരീരത്തിൽ സമ്പർക്കത്തിൽ വരുന്ന അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിലെ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തത്തിന്റെ സാന്ദ്രത കുറയുകയും രക്തപ്രവാഹം നല്ല നിലയിൽ നടക്കുകയും, രക്തപ്രവാഹം നല്ല നിലയിൽ നടക്കുന്നതോടുകൂടി നാം ശ്വസിക്കുന്ന വായുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ഓക്സിജൻ രക്തത്തിലൂടെ കോശങ്ങളുടെ എല്ലാ ഭാഗങ്ങളിലും യഥേഷ്ടം എത്തിപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ, അതുപോലെ തന്നെ നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പോഷകാംശങ്ങൾ ഈ രക്തപ്രവാഹം സാധാരണ നിലയിലാകുന്നതിനോടുകൂടി, അല്ലെങ്കിൽ നല്ല ശക്തി, അതായത് പ്രവാഹം അതിന്റെ സ്വാഭാവികമായിട്ടുള്ള അവസ്ഥയിലേക്ക് വരിക എന്നുള്ളത്, അതിന്റെ സ്വാഭാവികമായ നിലയിലേക്ക് രക്തപ്രവാഹം ഉണ്ടാവുകയും
നാം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന വേർതിരിച്ചെടുക്കുന്ന പോഷകാംശങ്ങൾ യഥേഷ്ടം നമ്മുടെ ശരീരകലകളിൽ എല്ലാ ഭാഗങ്ങളിലും എത്തിപ്പെടുന്നതിനോട് കൂടി ശരീരകലകൾ ഊർജ്ജസ്വലമാവുകയും ഓക്സിജന്റെ അളവ് ക്രമപ്പെടുകയും രക്തപ്രവാഹം ക്രമപ്പെടുകയും ചെയ്യുന്നതോടുകൂടി ഒരാള് പൂർണ്ണാരോഗ്യവാനാവുകയും പൂർണ്ണാരോഗ്യവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗമില്ലാത്തൊരവസ്ഥയിലേക്ക് വരികയും എന്ന് പറഞ്ഞാൽ രോഗത്തെ പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി ശരീരകലകൾക്ക് ഉണ്ടായിത്തീരുകയും ചെയ്യുന്നു. അതായത് ശരീരത്തിൽ ഈ കാന്തത്തിന്റെ സ്വാധീനം ഉണ്ടാവുന്ന അവസ്ഥയിൽ ശരീരത്തിൽ ഡിസോർഡർ ആയിരിക്കുന്ന ഒരു സാധാരണഗതിയിൽ ഒട്ടുമിക്ക ആളുകളുടെയും ആരോഗ്യം എന്ന് പറയുന്നത് ഇന്ന് ജീവിതശൈലി കൊണ്ട് ഡിസോർഡറായി കിടക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ കാന്തത്തിന്റെ ഭൂമിയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാന്തത്തിന്റെ സ്വാധീന ശക്തി നമുക്ക് യഥേഷ്ടം ലഭിക്കാത്തത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ശരീരം ആരോഗ്യം ഡിസോർഡറായി കിടക്കുകയാണ്. ഈ ഡിസോർഡറിനെ ഓർഡറാക്കുന്ന ഒരു പ്രക്രിയ കാന്തത്തിന്റെ സ്വാധീനത്താൽ നമുക്ക് ശരീരത്തിന് സ്വയം കൈവരികയും അങ്ങനെ ഉണ്ടായിട്ടുള്ള ഡിസോർഡർ പരിഹരിക്കുന്നതിനോട് കൂടി നമ്മുടെ ശരീരം രോഗത്തെ പ്രതിരോധിക്കുകയും നിലവിലുള്ള രോഗങ്ങൾ പൂർണ്ണമായിട്ടും നമ്മെ വിട്ടൊഴിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കാന്തിക പ്രേരണയിലൂടെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് എന്നാണ്. ചുരുക്കി പറഞ്ഞാല് നമ്മുടെ ആരോഗ്യത്തിന് സംഭവിച്ചിട്ടുള്ള ഡിസോർഡറിനെ ഓർഡറാക്കുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് ഈ രോഗം മാറുന്ന അല്ലെ രോഗപ്രതിരോധ ശേഷി കൈവരുന്നത് എന്നാണ്. അത് ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാന്തത്തിന്റെ സ്വാധീനത്താൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന ഡിസോർഡറിനെ ഓർഡറാക്കി മാറ്റുന്നതിലൂടെ നമ്മൾ പൂർണ്ണാരോഗ്യവാന്മാരാകുന്നു. അങ്ങനെയാണ് ഒറ്റൊരു പ്രൊഡക്റ്റ് കൊണ്ട് നിരവധി രോഗങ്ങൾ മാറുന്നത്. പലർക്കും ഉള്ളൊരു പരിഹാസ രൂപത്തിലുള്ള ഒരു ചോദ്യമുണ്ട്, ഈ ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ രോഗങ്ങളും മാറുമോ, അതിന് ഒരെണ്ണം മതിയോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാത്ത ആളുകൾ മനസ്സിലെങ്കിലും വിചാരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഡിസോർഡറിനെ ഓർഡറാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് ഈ രോഗമില്ലാത്തൊരവസ്ഥയിലേക്കും പ്രതിരോധ ശേഷിയിൽ കൈവരുന്നതിലേക്കും നമ്മളെ നയിക്കുന്നത് എന്നാണ് പറയാനുള്ളത്. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഒരു ഈ കാന്തിക പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒറ്റൊരു പ്രൊഡക്റ്റ് കൊണ്ട് എല്ലാതരം രോഗങ്ങളും മാറുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നത്. ഇങ്ങനെയാണ് ഡിസോർഡർ ഓർഡർ ആവുന്നതിലൂടെ തന്നെയാണ്. ഇതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാനുള്ളത്. താങ്ക് യു പുരുഷോത്തം സാറേ. ഇനി എല്ലാവർക്കും സംസാരിക്കാനുള്ള ഒരു സമയമില്ല, അത് നമുക്ക് നാളത്തെ ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കാം. ബീന മാഡത്തിന് ഇതുവരെ ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ടാവും നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള ആദ്യം തന്നെ ഞാൻ ചന്ദ്രമാഷിനെ അഭിനന്ദിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എപ്പോഴും എല്ലാ സൂം മീറ്റുകളിലും പങ്കെടുക്കുക, എല്ലാ BOP-കളിലും പങ്കെടുക്കുക. നമ്മൾ ദിവസേന പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മളിപ്പോഴും LKG സ്റ്റുഡൻസ് ആണ്. സാർ തന്നെ എൻ്റെ ഒരു ആൻസർ ഒരു പകുതി മുക്കാലോളം അതിൽ പറഞ്ഞു കഴിഞ്ഞു, എങ്ങനെയാണ് ഇത് ഡയബറ്റിക് മാറുക എന്നുള്ളത്. അതേപോലെ തന്നെയാണ് നമ്മളെ മാഗ്നറ്റ് എന്ന് പറയുന്നത് നമ്മളെ സർക്കുലേഷനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഭയങ്കരമായിട്ട് സർക്കുലേഷൻ കൂട്ടുന്നു എന്നൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ സാഗർ ജോഷി അതിന്റെ ഗോസ് പവർ കണക്കാക്കിയിട്ടുള്ള മാഗ്നറ്റ് ആണ് അതിൽ വെച്ചേക്കുന്നത്. ഇപ്പൊ അതിന്റെ ഒരു 10 മടങ്ങ് ഇരട്ടിയുള്ള ഗോസ് പവർ ഉള്ള മാഗ്നറ്റ്സ് ആണ് അതിനുള്ളെങ്കിൽ നമുക്കത് ബോഡിക്ക് താങ്ങാൻ പറ്റത്തില്ല. മാത്രമല്ല നമ്മുടെ സർക്കുലേഷനൊന്നും ആ ലെവലിൽ അല്ലായിരിക്കും നിൽക്കുന്നത്. അപ്പൊ നമ്മളെ ശരീരത്തിന് പറ്റുന്ന രീതിയിലുള്ള ഗോസ് പവറിലാക്കിയിട്ടാണ് ആ മാഗ്നറ്റ്സ് ഡിസൈൻ ചെയ്ത് നമ്മളെ പ്രൊഡക്ട്സിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ആ ഒരു മാഗ്നറ്റ് എങ്ങനെ ഷുഗറിനെ ക്രമപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഷുഗർ ഉള്ളവരെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് 99% അസുഖങ്ങളുടെയും കാരണം നമ്മുടെ ജീവിതശൈലി മൂലമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതില് ജീവിതശൈലി രോഗത്തിൽപ്പെട്ടതാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ ഗ്ലൂക്കോജിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്നു. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇപ്പൊ ഓടുന്ന സമയത്തൊക്കെ ഒരു സാധാരണക്കാരനിൽ ആ ഒരു പവർ കിട്ടണമെങ്കിൽ ഗ്ലൈക്കോജനെ പിന്നെയും ഗ്ലൂക്കോസ് ആക്കി മാറ്റുമ്പോഴാണ് നമുക്ക് ആ ഒരു എനർജി കിട്ടുന്നത്. അപ്പം ആ ഒരു എനർജി കിട്ടുന്നു എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നുണ്ട്. നമുക്കിത് അധികമായി കഴിയുമ്പോഴത്തേക്കും നമ്മളെ ഡയബറ്റിക് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ തല തൊട്ട് കാൽപാദം വരെയുള്ള സെല്ലുകളെ, ഞാൻ എല്ലാ BOP-യിലും അത് സംസാരിക്കുമ്പോൾ അധികം പറയാറുണ്ട്, ഒരു വയലിൽ നമ്മൾ വാഴ നട്ട് കഴിഞ്ഞിട്ട് ഒരു 3 മാസം വെള്ളം കയറി കിടന്നാലുള്ള അവസ്ഥ എന്താണ്? പതുക്കെ വാഴയുടെ പോളകൾ തൊട്ട് ചീഞ്ഞ് വാഴ മൊത്തം
ചീഞ്ഞു പോകും. ഒറ്റ ദിവസം കൊണ്ടല്ല, ആഴ്ചകൾ എടുത്തിട്ടോ മാസങ്ങൾ എടുത്തിട്ടോ ചീഞ്ഞു പോകും. ആ ഒരു അവസ്ഥയാണ് ഡയബറ്റിക് ഒരു മനുഷ്യ ശരീരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പൊ അഥവാ നമ്മളെ ഓരോ സെല്ലുകളെയും, അത് ഇന്ന അവയവം എന്നില്ല, എല്ലാ അവയവത്തിലെയും സെല്ലുകളെ പതുക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം നമുക്ക് ഈ ഡയബറ്റിക് ആയ ഒരു പേഷ്യൻസിൽ നമ്മളെ ഇതിലുള്ള പാൻക്രിയാസിലുള്ള ബീറ്റാ സെൽസ് ആണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ആ സെൽസിനെ അടക്കം നമ്മുടെ ശരീരത്തിലെ എല്ലാ സെല്ലുകളെയും ഡാമേജ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്, നെർവസ് സിസ്റ്റത്തെ ഒക്കെ. അപ്പം ഈ ഡാമേജ് ആക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം നമ്മൾ നമ്മുടെ മാഗ്നറ്റിക് പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഡാമേജ് ആവാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ സെല്ലുകളിലേക്കുള്ള ആവശ്യത്തിനുള്ള ഓക്സിജൻ ചെല്ലുന്നില്ല, സർക്കുലേഷൻ പ്രോപ്പറായിട്ട് ചെല്ലുന്നില്ലാതെ വരുമ്പോൾ തന്നെ സെല്ലുകൾ വീക്കായിട്ട് തുടങ്ങും. അപ്പം ഈ ഡയബറ്റിസിന്റെ ഒരു ആധിക്യവും കൂടി അതിനെ പെട്ടെന്ന് ഡാമേജിലേക്ക് എത്തിക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിലാണ് നമ്മളെ പ്രൊഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സർക്കുലേഷൻ പ്രോപ്പർ ആക്കുകയും ഓക്സിജന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുമ്പോൾ പാതി ജീവനായ സെല്ലുകളെ എനർജറ്റിക് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ എനർജറ്റിക് ആക്കുമ്പോൾ ഈ ബീറ്റാ സെൽസ് ഒക്കെ എനർജറ്റിക് ആകുമ്പോൾ അവർക്ക് പിന്നീട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കഴിവ് വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഗ്രാജുവലി നമ്മൾ പതുക്കെയാണ് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട്, ഇപ്പം നമ്മളെ ഈ മാഗ്നറ്റിക് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഉറക്കം കിട്ടുമെന്ന് പറയുന്നത് ശരിയാണ്. കാരണം നമ്മളെ മെലാറ്റോണിൻ ഹോർമോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ, ഉത്തേജിപ്പിക്കുക, നമുക്ക് ഉറക്കം കിട്ടുന്നു. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് ഡയബറ്റീസ് കുറയത്തില്ല, ഒരാഴ്ച കൊണ്ട് കുറയത്തില്ല. എന്തുകൊണ്ടാണ്? ഇത് ഗ്രാജുവലി സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം ഇത് പതുക്കെ പതുക്കെ നമ്മളെ സെല്ലുകളെ റെജുനുവേറ്റ് ചെയ്ത് അഥവാ പുനർനിർമ്മിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവയ്ക്ക് പവർ കൊടുത്തുകൊണ്ട് വീക്കായി കിടക്കുന്ന സെല്ലുകളെ പഴയ പടിയിലേക്ക് പതുക്കെ പതുക്കെ ആക്കുന്ന ഒരു പ്രക്രിയ പതുക്കെ പതുക്കെ നമ്മുടെ ബോഡിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പതുക്കെ നമ്മളെ ഷുഗർ നോർമൽ ലെവലിലേക്ക് വരുന്നത്. അതിനുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മളെ മെഡിസിൻസ് നിർത്താനോ സ്റ്റോപ്പ് ചെയ്യാനോ ഇത് കഴിച്ചാൽ കുറഞ്ഞു വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വാരി വലിച്ച് കഴിക്കാനോ മധുരം അധികം കഴിക്കാനോ ഒന്നും പാടില്ല. നമ്മൾ ഒരിക്കലും ഒരു ഡോക്ടർ നമുക്ക് ഉറപ്പ് തരുന്നില്ല നിങ്ങളെ ഡയബറ്റീസ് ഞാൻ മാറ്റി തരാമെന്ന്. കാരണം ഒരു ടാബ്ലറ്റ് തുടങ്ങി അത് 2ഉം 4ഉം 2 ടൈപ്പും 3 ടൈപ്പും ടാബ്ലറ്റ്സും ആക്കി ഇൻസുലിനിൽ എത്തിച്ച് ഇൻസുലിനോട് കൂടി കിഡ്നിയും ലിവറും ഒക്കെ പോയിട്ടാണ് നമ്മൾ അധികം മരിക്കാറ്. അപ്പം ആ ഒരു അവസ്ഥയിൽ നിന്നും ഒരു മെഡിസിന് ഒന്നുമില്ലാത്ത ഒരു ലെവലിലേക്ക്, പക്ഷെ നമ്മളൊരു ഫുഡ് അപ്പോഴും കൺട്രോൾ ചെയ്യുന്നുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ടത് കഴിക്കാൻ പറ്റുന്നില്ല. അതേ ഒരു ലെവലിൽ നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ പതുക്കെ പതുക്കെ മെഡിസിന്റെ ഡോസ് കുറച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് ഒരു നോർമൽ ലെവലിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളതാണ് ഈ മാഗ്നറ്റിക് തെറാപ്പി നമ്മളെ ബോഡിയിൽ സംഭവിക്കുന്നത്. പക്ഷെ പലർക്കും അവരെ ഒരു ഫുഡിൽ കൺട്രോൾ ചെയ്യാത്തതും അതേപോലെ തന്നെ നമ്മൾ പറയുന്ന പോലെ ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തതും ഇത് കയ്യിൽ പ്രോപ്പറായിട്ട് കെട്ടാത്തതും നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കാത്തതും ഒക്കെയാണ് പലർക്കും റിസൾട്ട് കിട്ടാത്തതിന്റെ ഒരു കാരണം. ഇപ്പോൾ എൻ്റെ ഫാമിലി തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മദറും എൻ്റെ ഹസ്ബൻഡും ഡയബറ്റിക് പേഷ്യൻസ് ആണ്. ഇവർക്ക് രണ്ടുപേർക്കും ഇൻസുലിൻ എന്ന് പറയുന്നത് 30 യൂണിറ്റിന്റെ അടുത്ത് 25 യൂണിറ്റിലോ ഈവനിങ്ങിലൊക്കെ എടുത്തുകൊണ്ടിരുന്നവർക്ക് ഞാൻ 6 യൂണിറ്റ് വരെ കുറച്ചുകൊണ്ട് വന്നിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഫാസ്റ്റിങ്ങിൽ 330 ഡയബറ്റീസ് ഉണ്ടായിരുന്നു, 130ലേക്ക് വന്നിരുന്നു. പക്ഷെ ഇപ്പൊ പിന്നെ 250ഉം 150ഉം ആയി. മറ്റൊന്നും കൊണ്ടല്ല, നമ്മളെ പ്രൊഡക്റ്റിന്റെ പ്രശ്നമല്ല. ഇവര് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിയിൽ മേടിച്ചുകൊണ്ട് വെച്ചിട്ട് കഴിക്കുക, കാണുമ്പോൾ മുഴുവൻ മേടിച്ച് കഴിക്കുക. ഇന്നലെ വിഷുവിന് അടുത്ത വീട്ടിലൊക്കെ പായസം കൊണ്ടുവന്നു, 2ഉം 3ഉം ടൈപ്പ് പായസം മുഴുവൻ എടുത്ത് കുടിക്കുക. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മളെ ഡയബറ്റീസ് പിന്നെയും കൂടും. നമ്മൾ ഒരിക്കലും ഇതുകൊണ്ട് ഡയബറ്റീസ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളും കൂടി സഹകരിക്കണം, എന്നാൽ മാത്രമേ ആ ലെവലിലേക്ക് വരുള്ളൂ. അപ്പം ഈ ഒരു മാഗ്നറ്റിസം എന്ന് പറയുന്നത് നേരത്തെ സാർ പറഞ്ഞ പോലെ അസുഖങ്ങളെ മാറ്റും എന്ന് ആരും പറയുന്നില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. നമ്മൾ പറയുന്നത് ഇതൊരു വെൽനസ് പ്രോഡക്റ്റ് ആണ്. നമ്മളെ സർക്കുലേഷനെ പ്രോപ്പർ ആക്കുന്നു, ഓക്സിജന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നു, മൊബൈലിന്റെ റേഡിയേഷനിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഈ ഒരു 3 പ്രവർത്തനം മാത്രമേ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളൂ. പക്ഷെ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ടുകളാണ് മേടിച്ച് ഉപയോഗിക്കുന്നവരാണ് നമ്മളോട് പറയുന്നത്. അവരാണ് നമ്മളോട് പറയേണ്ടത് എനിക്കിതിൽ നിന്ന് റിസൾട്ട് കിട്ടിയെന്ന്. അപ്പം ഇത് നമ്മളെ സെല്ലുകളെ പവർഫുൾ ആക്കുമ്പോഴാണ് നമ്മളെ അസുഖങ്ങൾക്ക് നമുക്ക് ആശ്വാസം കിട്ടുന്നതും പലരും അത് മാറി എന്ന് പറയുകയും ചെയ്യുന്നത്.
അപ്പം ഇതാണ് മാഗ്നറ്റിക് തെറാപ്പി അഥവാ മാഗ്നറ്റിക് പ്രോഡക്ട്സ് നമ്മളെ ബോഡിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട്. അപ്പം ഇന്ന് ഇത്രയ്ക്ക് എഫോർട്ട് എടുത്ത് ക്ലാസ് എടുത്ത ചന്ദ്രമാഷിനും ആദ്യം ഒരു ബിഗ് സല്യൂട്ട് തരാണ്. ഇത് ആർക്കും എടുക്കാവുന്ന ഒരു ക്ലാസ് ആണ്. പക്ഷെ നമ്മൾ കുത്തിയിരുന്ന് പഠിക്കണം, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഇതിന് ക്ലാസ് എടുത്ത മിനി സാറിന് പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഓരോ പ്രോഡക്റ്റുകളെ കുറിച്ചും വ്യക്തമായിട്ട് ഇരുന്ന് പഠിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. അതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഡൗട്ടിന്റെ ഒരു ആവശ്യം വരുന്നില്ല, കാരണം നമ്മൾ അത്രയ്ക്ക് ശ്രദ്ധിച്ചാൽ. അതേപോലെ തന്നെ MC ചെയ്ത പവിത്ര സാറിനും എല്ലാവർക്കും നല്ലൊരു താങ്ക്സ് പറയുന്നു. അതേപോലെ തന്നെ ഈ വിഷു ഒക്കെ കഴിഞ്ഞു, എല്ലാവർക്കും നല്ലൊരു ഇനിയുള്ളൊരു പുതുവത്സര ദിനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി ക്രിസ്ത്യൻസിനാണെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ആയിട്ട് ഇനിയിപ്പം നാളെ മോണ്ടി തേഴ്സ്ഡേ ആണ് വരുന്നത്, പെസഹ വ്യാഴം. പിന്നെ മലയാളികൾക്ക് ദുഃഖവെള്ളി, ഇംഗ്ലീഷുകാര് ഗുഡ് ഫ്രൈഡേ എന്ന് പറയും. അത് 2 തരത്തിൽ അതിന്റെ മീനിങ് എടുത്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ ദുഃഖശനി, പിന്നെ ഈസ്റ്ററും കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴേ ഞാൻ ഫ്രീ ആവുള്ളൂ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തായിട്ട് അറിയിക്കുന്നു.